ഹലോ അസ്സലാമു അലൈക്കും. വയനാട് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് ഒരു മാങ്ങ പഴുപ്പിക്കാൻ വെക്കുക കേട്ടോ. പണ്ടിൻ്റെ വല്യമ്മയൊക്കെ ഇങ്ങനെ വെക്കും. ഒരു കൊമ്പിൽ കുറച്ച് മാങ്ങ ഉണ്ടായിരുന്നു. ഒക്കെ കിളികൾ നന്നായി തിന്ന് പോകും, ഒറ്റൊന്നും നമുക്ക് കിട്ടില്ല. അപ്പം കുറച്ച് ഞാൻ ഇന്നലെ പറപ്പിച്ചതാണ്, നിലത്ത് വീഴാതെ. അപ്പം അതിന് കൊന്നച്ചപ്പും പുല്ലുമാണ് കേട്ടോ. അപ്പോൾ വെക്കുക. ആദ്യം ചെമ്പിലാണ് വെക്കുന്നത്. പണ്ടൊക്കെ കൊട്ടയിലല്ലേ വെക്കുക, കൊട്ടയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഒരു മാങ്ങ എടുത്തിട്ട് നിരത്തി വെച്ചിട്ട് അങ്ങനെ വെക്കുക. അപ്പം നമ്മൾ വെച്ചിനി അതിൻ്റെ മേലെ കൊന്നച്ചപ്പാണ് വെക്കുന്നത് കേട്ടോ. കൊന്നച്ചപ്പ് വെച്ച് പോകുമ്പോൾ നല്ലൊരു മണവും കളറും കിട്ടും. ബാക്കി മാങ്ങ ഇതുപോലെ വെക്കുക. അപ്പം നമ്മളെല്ലാം മാങ്ങ ഇങ്ങനെ ചെമ്പിൽ വെച്ച് പുല്ലും ഇടക്ക് കൊന്നച്ചപ്പും ഇടക്ക് പുല്ലും ഇട്ട് വെച്ചാട്ടോ. ഇനി നമുക്ക് പൊഴുത്തിട്ട് നോക്കാം. അപ്പം നമ്മൾ മാങ്ങ പൊഴിപ്പിക്കാൻ വെച്ചിരുന്നല്ലോ, അത് നോക്കി വെക്കുക കേട്ടോ. പുല്ലും ഒക്കെ എടുത്ത് പഴുത്തോന്നറിയും. എന്നിട്ട് 3 ദിവസമായി വെച്ചിട്ട് നമ്മൾ. അപ്പോൾ ഇതുണ്ടോ, കളറ് മാറി. ഇങ്ങനെയാണ് പണ്ട് നമ്മൾ മാങ്ങ പൊഴിപ്പിക്കൽ. മാങ്ങ നിലത്തിടാതെ പറിച്ചിട്ട് 3 ദിവസം കൊണ്ട് നമുക്ക് ഇങ്ങനെ ആയി കിട്ടും. ഇത് നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഈ മാങ്ങ കഴിക്കാൻ ഇങ്ങനെ പോലത്തെ ഭയങ്കര ഒരു ടേസ്റ്റാണ്. അപ്പം ഞാനൊക്കെ പെറുക്കിയത് ഇതിൽ നിന്ന് കൊന്നച്ചപ്പും ഇതുണ്ടോ, ഇത് എടുക്കുമ്പോൾ തന്നെ ഒരു മണം മാങ്ങക്ക്. അപ്പോൾ അതെല്ലാം മാറ്റുക, അല്ലെങ്കിൽ അധികം ഉണ്ടോ. 3 ദിവസം കൊണ്ട് നല്ല പഴുത്ത് നല്ലതായി കിട്ടും. മാങ്ങൻ്റെ മണവും മാറി, കറ വരെ ആയിട്ടില്ല, അപ്പോഴേക്കും ഇത് പഴുത്ത് കിട്ടി. ഇനി കുറച്ച് ദിവസം കൂടി ഇരിക്കുകയാണെങ്കിൽ നല്ല ചുവന്ന കളറാവും. അപ്പോഴേക്കും ഇത് നല്ല പഴുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എടുത്ത്. അപ്പോൾ ഇനി അധികം പഴുത്താൽ തിന്നാനും പറ്റില്ല. അപ്പോൾ ഇങ്ങനെയാണ് പണ്ട് ഞങ്ങളൊക്കെ മാങ്ങ പഴുപ്പിക്കലിൻ്റെ ഉമ്മയൊക്കെ വലിയ. അപ്പോൾ എല്ലാവരും ഒന്നിങ്ങനെ മാങ്ങ പറിച്ച് വെച്ച് പഴുപ്പിച്ച് നോക്കി, നല്ല ടേസ്റ്റുമാണ്. അപ്പം ഇനി ഇതുപോലുള്ള വീഡിയോ ആയി പിന്നെ കാണാം. അസ്സലാമു അലൈക്കും. നമ്മൾ കൊന്നച്ചപ്പിൽ പഴുപ്പിച്ച മാങ്ങ നമ്മളൊന്ന് ചെത്തി നോക്കുക കേട്ടോ. ചെത്തി മുറിച്ചിട്ട് നമ്മളെ മാങ്ങ ഇതാട്ടോ നല്ല ഭംഗിയിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്.